അതെ, ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് യൂറോപ്യൻ രാജ്യങ്ങളിൽ ബ്രേക്ക്ഫാസ്റ്റിനും സ്നാക്സിനും ഒക്കെ ഏറെ പ്രിയപ്പെട്ട ഒരു പരമ്പരാഗത ഡാനിഷ് പേസ്ട്രിയാണ് മേപ്പിൾ പെക്കൻ പ്ലേറ്റ്. കുറച്ച് പെക്കൻ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഒരുപാട് അങ്ങോട്ട് ചൂടാവേണ്ട, ചെറുതായിട്ട് ചൂടാക്കിയിട്ട് അത് മിക്സിയിലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ്. ഒരുപാട് പൊടിഞ്ഞ് പൗഡർ പോലെ ആകണ്ട. അതിനുശേഷം ഒരു 3 കപ്സ് പെക്കനാണ് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളൊരു 1 കപ്പ് ബ്രൗൺ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ പെക്കനും ബ്രൗൺ ഷുഗറും കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് അൺസോൾട്ടഡ് ബട്ടറാണ്. മെൽറ്റഡ് അൺസോൾട്ടഡ് ബട്ടറാണ്. ഇത് ഒരു 3 ടേബിൾ സ്പൂൺ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ തന്നെ മേപ്പിൾ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇതിൻ്റെ ഒരു പരുവമെന്ന് പറയുന്നത്, അതായത് ഒരുപാട് വാട്ടറി ആയി പോകാൻ പാടില്ല, കുറച്ച് തിക്കായിട്ടിരിക്കണേ. നിങ്ങൾ ആരെങ്കിലും എന്നെ പോലെയാണോ, അതായത് എൻ്റെ പോലത്തെ സ്വഭാവം ഉണ്ടോയെന്ന് അറിയാനാണെങ്കിൽ ഞാനിങ്ങനെ കുറേ വീഡിയോസൊക്കെ കഷ്ടപ്പെട്ട് ഇങ്ങനെ എടുത്തിട്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് ഡിലീറ്റ് ആക്കി കളയും. എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ എന്നുവെച്ചാൽ അത് ഫുള്ള് എടുക്കുക തന്നെ ചെയ്യാം. എടുത്തിട്ട് എനിക്ക് തോന്നും, അയ്യോ അല്ലെങ്കിൽ ഇത് കൊള്ളത്തില്ല, ഇതങ്ങ് ഡിലീറ്റ് ആക്കി കളഞ്ഞേക്കാം എന്ന് വെച്ചാൽ ഞാനങ്ങനെ അങ്ങ് ഡിലീറ്റ് ആക്കി കളയും. ഇതിനകത്ത് ചെറിയ എന്തെങ്കിലും മിസ്റ്റേക്കോ അല്ലെങ്കിൽ തോന്നും, അയ്യേ ഇത് ഇട്ട് കഴിഞ്ഞാൽ എന്ത് വിചാരിക്കും ആളുകൾ എന്നൊരു തൊട്ട് നമുക്കിങ്ങനെ പോകുമല്ലോ. അപ്പോൾ അത് കാരണം ചിലപ്പം ചില വീഡിയോസ് എഡിറ്റിങ് തന്നെ കഴിഞ്ഞ് അല്ലെങ്കിൽ നാളെ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു സമയത്ത് ഒന്നും കൂടെ ഒന്ന് ആ വീഡിയോ എടുത്ത് കണ്ടു നോക്കുമ്പോൾ ഞാൻ വിചാരിക്കും, അല്ലേ വേണ്ട, ഈ വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ട എന്ന് വെച്ചിട്ടങ്ങ് ഡിലീറ്റ് ആയി കളയും. അപ്പം അങ്ങനെയുള്ളൊരു വീഡിയോ ആയിരുന്നു ഇത്. കാരണം ഇതിനകത്ത് എനിക്ക് 2 മിസ്റ്റേക്ക് പറ്റി. എന്ന് വെച്ചാൽ ഒന്നാമത്തേന്ന് പറഞ്ഞാൽ ബ്രൗൺ ഷുഗർ കുറച്ച് കൂടിപ്പോയി, അതായത് മധുരം ചെറുതായിട്ടൊന്ന് കൂടിപ്പോയി. പിന്നെ രണ്ടാമത്തേന്ന് പറഞ്ഞാൽ അതിൻ്റെ ഷേപ്പ്. അപ്പോൾ ഷേപ്പ് ഇതിനകത്ത് എനിക്ക് കറക്റ്റായിട്ട് വന്നിട്ടില്ല. കാരണം അത് ഡയഗണലായിട്ട് കട്ട് ചെയ്തൊക്കെ എടുക്കുമ്പോഴത്തേക്കും നമ്മൾ നല്ല ക്ഷമയോടെ വേണം അത് ചെയ്യാനായിട്ട്. എനിക്ക് അന്നത്തെ കാര്യം ടൈമില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ചെയ്തപ്പം സ്പീഡ് കുറച്ച് കൂടിപ്പോയി. അപ്പം അങ്ങനെ ചെയ്തപ്പോഴത്തേക്കും എനിക്ക് അതിൻ്റെ ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടിയില്ല. അപ്പം ഞാൻ വിചാരിച്ചു, ഇനിയിപ്പോൾ ഇത് വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ട, ഇതങ്ങ് ഡിലീറ്റ് ആക്കി കളയാമെന്ന് വിചാരിച്ചു. പക്ഷേ നമ്മൾ എടുക്കുന്ന ആ ഒരു എഫേർട്ടും ആ ഒരു ടൈമും എല്ലാം വേസ്റ്റ് ആവുകയാണല്ലോ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു, എന്തായാലും ഈ വീഡിയോ ഞാൻ ഡിലീറ്റ് ആക്കുന്നില്ല, ഇത് അപ്ലോഡ് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്നെപ്പോലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. ഇനി നമുക്ക് അടുത്തായിട്ട് പഫ് പേസ്ട്രി എടുക്കാം. പഫ് പേസ്ട്രി നമുക്ക് ആവശ്യമുള്ള സൈസിന് കട്ട് ചെയ്തെടുത്തിട്ട് അതിലേക്ക് ഈ പെക്കൻ്റെ മിക്സ് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഒരു 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 15 to 20 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ മേപ്പിൾ പെക്കൻ പ്ലേറ്റ് റെഡിയാകും. പിന്നെ ലാസ്റ്റ് ഒരു ഡെക്കറേഷനായിട്ട് അതിൻ്റെ ടോപ്പിൽ മേപ്പിൾ സിറപ്പ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് പെക്കൻ ഒന്ന് വിതറി കൊടുക്കുക. അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ ഈ മേപ്പിൾ പെക്കൻ പ്ലേറ്റിൻ്റെ ഫാനായിട്ടുള്ളവരൊന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്കും കമൻറ്റും ഫോളോയും ചെയ്യണേ.